വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ ശാലിനിയാണെങ്കിൽ സത്യമ്മ വന്നാൽ ഇനി വിരോധമൊന്നും കാണിക്കരുത്, പഴയതുപോലെ പെരുമാറണമെന്നൊക്കെ വിഷ്ണുവിനോട് പറയുമ്പോൾ എൻ്റെ അമ്മ തന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല, തന്നെ പോലെ ഒരാളെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ, തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് മനുഷ്യർക്കല്ലേ ഉള്ളൂ, അതൊക്കെ അങ്ങ് പോകും, മാതശാപം വെറുതെ വാങ്ങിച്ചു കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് കുറേ ആശ്വാസവാക്കുകളൊക്കെ ശാലിനി കൊടുക്കുന്നുണ്ട്. എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ ധൈര്യമൊക്കെ കൊടുത്തിട്ട് ആ കമ്പിയിലൂടെ പിടിച്ചു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ശാലിനി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ആകെ വിഷമത്തിലാണ് വിഷ്ണു ഇരിക്കുന്നത്. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വെളിയിലുള്ള ഒരു കോൺസ്റ്റബിൾ മാഡം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം ശാലിനി തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ എന്താണ് പറയുന്നതെന്നോ അവരുടെ സംഭാഷണമൊന്നും കാണിക്കുന്നില്ല. തുടർന്ന് ശാലിനിയാണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ശാന്ത അവിടെ ഉണ്ട്. ശാന്തേച്ചിയോട് അമ്മ എവിടെയും ചോദിക്കുമ്പോൾ പൂജാമുറിയിൽ തന്നെയാണ്, അന്നേരം തൊട്ട് അവിടെ തന്നെയാണ്, കരച്ചിലും വിളച്ചിലും പ്രാർത്ഥനയും ഒക്കെയാണെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചായ എടുക്കാൻ പറയുന്നുണ്ട്. അന്നേരം അമ്മയെ ഒന്ന് കാണണം, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ശാന്ത അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ പൂജാമുറിയിലേക്ക് വരുമ്പോൾ ശാരദാമ്മ അവിടെ കരഞ്ഞുകൊണ്ട് അതേ പ്രാർത്ഥനയിൽ തന്നെയാണ്, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞാൻ അങ്ങനെ ചെയ്യുമോ, പിന്നെ എൻ്റെ വിഷ്ണുമോനോട്, അതും ശാലിനി മോളെ പോലെ തന്നെയാണ് എൻ്റെ വിഷ്ണുമോനോടും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ആകെ ബഹളവും പ്രാർത്ഥനയും ഒക്കെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് ശാലിനി ചെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അതിലേറെ സങ്കടം വരികയാണ്. ശാലിനി കെട്ടിപ്പിടിച്ചാൽ കരയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അമ്മ ഇത് ചെയ്തിട്ടുണ്ടെന്ന് മോൾ വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെയില്ല, ഭക്ഷണത്തിൽ ഇത്തിരി ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞാലും ഈ വിഷം എന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് കരച്ചിൽ തന്നെയാണ്. അന്നേരം അമ്മ ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, വന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറയുകയാണ്. അന്നേരം എനിക്കൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിന് സുഖമായി എന്ന് കേട്ടാൽ മാത്രം മതി, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുറേ ഛർദ്ദിച്ചത് മുഴുവൻ രക്തമാണ്, ഒരുപാട് വേദന അനുഭവിച്ചു, കുറച്ച് ഭേദപ്പെട്ടപ്പോൾ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് ചന്ദ്രബോസ് നിർബന്ധം പിടിച്ചു. ഞാൻ ലോക്കപ്പിൽ കൊണ്ടാക്കിയിട്ടാണ് വരുന്നത്, നമുക്ക് കൂറുള്ള പോലീസുകാരവിടെ ഉണ്ടല്ലോ, അപ്പോൾ വിവരങ്ങൾ അറിയിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഇതിന് പിന്നിൽ കൂട്ടുന്നവരെയും കളിച്ചവരെയും ചതിച്ചവരെയും ഒക്കെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോളെന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, ഈ ചതിക്ക് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നല്ല ഒന്നാന്തരം കോട്ടും സൂട്ടും ഇട്ട മേലാളന്മാർ തന്നെയാണ്, എല്ലാവരെയും ഞാൻ നിയമത്തിന് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പുറകെ നടക്കുന്നവർക്ക് ഇനിയും മതിയായില്ലേ, എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സംഭവം സിമ്പിളല്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ വിഷ്ണുവേട്ടനെയും തീർക്കാം, അതേപോലെ എന്നെയും അകത്താക്കാം. അപ്പോൾ പിന്നെ സത്യമ്മ വെറുതെ ഇരിക്കുമോ, അമ്മയുടെ കഥ അതോടെ കഴിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ സംഭവങ്ങളൊക്കെ അവിടെ വിശദീകരിച്ച് പറയുമ്പോൾ ഇനി ഒരു ആപത്തും വരുത്തരുതേ എന്നൊക്കെ ശാരദാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം കാർത്തികയെ കണ്ടെത്തുന്നവരെ നമ്മളെപ്പോഴും പിന്നെ ആപത്ത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം, എത്രയും പെട്ടെന്ന് കാർത്തികയെ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാന്ത ചായയുമായിട്ട് വരുന്നുണ്ട്. അന്നേരം ഇപ്പം എനിക്ക് വേണ്ട, ഓടി വല്ലാത്ത ക്ഷീണം എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വെള്ളം ചൂടാക്കാൻ കുളിക്കാനായിട്ടെന്ന് പറഞ്ഞ് ശാന്ത അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയും ശാലിനിയും തമ്മിൽ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വീണ്ടും മധുശ്രീയും കാർത്തികയും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് കാണിക്കുന്നത്. കാർത്തികയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ഓരോരോ ചതികൾ ഓരോരുത്തരുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആദ്യം നീ നിൻ്റെ ജനിപ്പിച്ച അച്ഛനെയും അമ്മയും ചതിച്ചു, പിന്നെ നീ ഹർഷനെ ചതിച്ചു, പിന്നെ വിഷ്ണുവിൻ്റെ പെണ്ണാകാനായിട്ട് ആഗ്രഹിച്ചു, അതും ഹർഷനെ മറന്നുകൊണ്ട് എന്നൊക്കെ പറയും. ഓരോരോ കാര്യങ്ങൾ കാർത്തിക ചെയ്തത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മധുശ്രീ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച നീയല്ലേ, എന്നിട്ടിപ്പോൾ ശീലാവധി ചമയുന്നു എന്നും പറഞ്ഞ് കാർത്തിക ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നീ ഇപ്പോൾ അതൊക്കെ എൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പണം ഓഫർ ചെയ്യും, എല്ലാം ചെയ്യും, പക്ഷെ നീ എന്തിനതൊക്കെ കൂട്ടുനിന്നു, നീ നിൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നിൽക്കണമായിരുന്നു, ഇപ്പോൾ നീ എല്ലാം കഴിഞ്ഞിട്ട് ഹർഷനോടൊപ്പം പോകാമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് സമ്മതിച്ച് തരുമെന്ന് കരുതിയോ, പിന്നെ ഞാൻ എന്തിനാടി എന്നും പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുകയും കവിളിനിട്ട് കുത്തുകയും കസേര പിടിച്ച് കുലുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മധുശ്രീ ആണെങ്കിൽ കാർത്തിക് നേരെയുള്ള കസേരയിലേക്ക് ഇരുന്നിട്ട് കാലെടുത്ത് കാർത്തികയുടെ മടിയിലേക്ക് വെച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അന്നേരം എന്നെ ഇവിടെ നയിച്ചു വിടും, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പിന്നെ മധുശ്രീ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ വിഷ്ണുവിനെ നീ കൊലക്കയറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്, നീ മരിച്ചു എന്നും പറഞ്ഞിട്ടാണ് അവനെ കൊലക്കയറിൽ തൂങ്ങാൻ പോകുന്നത്, അപ്പോൾ അത് നീ കാരണമാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് വീണ്ടും കാർത്തിക പറയുന്നുണ്ട്. അന്നേരം നീ ഇനി പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ മോന്ത പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വേറെ ആക്കണം, അതിന് ലക്ഷങ്ങൾ ചിലവാകും, അതൊന്നും നിൻ്റെ കയ്യിലില്ലല്ലോ, പിന്നെ നീ അങ്ങ് മരിക്കണം, അതിപ്പോൾ എങ്ങനെ വേണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ
പറഞ്ഞ് മധുശ്രീ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസ് ആണെങ്കിൽ പുറത്ത് വന്ന് നിന്നിട്ട് മധുശ്രീ ഫോൺ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ പുറത്തുണ്ട് ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ ഫോണിൽ കൂടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവൾക്ക് കുറച്ച് സാരോപദേശ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, എങ്ങനെ മരിക്കണം എന്നുള്ളതിന് ഇവളോട് ചോദിക്കുകയായിരുന്നു. പറയടി, നിനക്ക് എങ്ങനെയാണ് മരിക്കേണ്ടത്, നിൻ്റെ ആരാച്ചാരാണ് പുറത്ത് വന്ന് നിൽക്കുന്നതെന്നൊക്കെ മധുശ്രീ വെളിവില്ലാത്ത പോലെ അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസിന് ദേഷ്യം വരുന്നുണ്ട്, നിനക്കെന്താ പ്രാന്താണോ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, അവളുടെ കഴുത്തിൽ കാലിൻ്റെ കയറ് വീഴാനായിട്ട് ഇനിയും സമയമുണ്ട്, അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം, ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് മധുശ്രീ ഇറങ്ങുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രബോസും മധുശ്രീയും തമ്മിൽ വിഷ്ണു രക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കാർത്തികയെ കാണാനായിട്ട് അകത്തോട്ട് വരാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇനി എന്നെ ഒന്നാമത് അവൾ പേടിച്ചിരിക്കുകയല്ലേ, ഇനി എന്നെ കൂടെ കണ്ടിട്ട് പനിയും ജലദോഷവും ഒന്നും വരണ്ടാന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ അങ്ങനെ വീഴുന്ന ടൈപ്പൊന്നും അല്ല, വെയിലത്ത് വാടാത്ത ടൈപ്പ് തന്നെയാണ്, ചെയ്തു കൊടുത്തതിന് ഒരു നന്ദിയില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മരണം ഞാൻ മുന്നിൽ കണ്ടത് തന്നെയാണ്, പക്ഷേ അവന് ആയുസിൻ്റെ ബലം കൂട്ടിക്കൊടുത്തു എന്നൊക്കെ കാർത്തിക സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണു മരിച്ചാൽ ശാലിനി ആണെങ്കിൽ കണ്ണീരൊഴുക്കി കഴിയുമെന്നല്ലേ, പക്ഷേ ശാലിനി മരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വിഷ്ണു മരിക്കുക തന്നെ ചെയ്യും, അവന് മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതാ ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിനക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ എളുപ്പം സാധിക്കാവുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ചർച്ചയങ്ങ് നീണ്ടുപോകുന്നുണ്ട്. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡാണ്, പുതിയ എപ്പിസോഡ് വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു.